ചപ്പാത്തി, അപ്പം ഏത് പലഹാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി തയ്യാറാക്കിയാലോ? ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 3 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില, നല്ല പഴുത്ത ഒരു തക്കാളി, ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ കറി തയ്യാറാക്കുക, നല്ല ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിടുക. ഇടയ്ക്കൊന്ന് തുറന്നിളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇവയെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് തക്കാളി സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്തതിന് ശേഷം 2-3 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാലും കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണത്തോട് കൂടിയിട്ടുള്ള മുട്ടക്കറി റെഡി.